ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ആൾ. നോബിൾ, നമ്മുടെ ആ മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ കൺസെപ്റ്റുകളെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പോളിസികളുണ്ട്. കാരണം നേരത്തെ ഫാമിലിക്ക് എടുക്കാൻ പറ്റുന്ന പോളിസികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികള്, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുള്ള പോളിസികളായിരുന്നു. അല്ലെങ്കിൽ പേരൻസ് എടുക്കാൻ പ്രത്യേകം എടുക്കണമായിരുന്നു. അപ്പം പക്ഷെ ഇപ്പം സംഗതി മാറി, ഒരുപാട് മാറ്റങ്ങളുണ്ടായി. നമുക്കൊരു ഫാമിലി ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ ഹസ്ബൻഡ്, വൈഫ്, പിന്നെ അവരുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, പേരൻസ് ഇല്ല, അങ്ങനെ ഒരു ഫാമിലി മൊത്തം കവർ ചെയ്യുന്നതിനുള്ള പോളിസികൾ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാം ചെയ്യും. പക്ഷെ അതിനുള്ള എമൗണ്ട് ഇച്ചിരി വ്യത്യാസം വരും. കാരണം അറിയാം, ഇത്രയും പേരെ കവർ ചെയ്യുമ്പം എന്ന് വെച്ചാൽ ഒരു കുടക്കീഴിൽ തന്നെ എല്ലാവരെയും കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഉള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ള കാര്യങ്ങൾ ട്രസ്റ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് അസുഖങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു മെഡിക്ലെയിം പോളിസികൾക്ക് കറക്റ്റ് ആയിട്ട് കമ്പനി കൊടുത്തിരിക്കും. കാരണം ക്ലെയിം ഒരുപാട് കമ്പനികൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയാറുണ്ട്. അതൊക്കെ നമ്മളെ ഇപ്പം ഹൈക്കോടതിയിലൊക്കെ ഒരുപാട് കേസുകൾ എല്ലാ കമ്പനിയുടെ പേരിലുണ്ടാവും. അതൊക്കെ ഉണ്ടാവുന്ന ഡിസ്ക്ലോസ് ചെയ്യാത്ത ഡിസ്പ്യൂട്ടിന് വേണ്ടി ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. എപ്പോഴും നമ്മൾ കമ്പനിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ പോളിസി എടുക്കുന്നെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും. പോളിസിക്കകത്ത് കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഒരു കമ്പനി കൊടുക്കാതിരുന്നാൽ അവരുടെ ഇമേജ് പോവുകയും അവർ താഴോട്ട് പോവുകയും ചെയ്യും. പിന്നെ പലപ്പോഴും ഉണ്ടാവുന്നത് ഒരുപാട് ഡോമിനേഷൻ ഉള്ള കമ്പനികൾക്കെല്ലാം എപ്പോഴും കൂടുതൽ കേസ് വരും. കാരണം അവർ വളരുന്തോറും അവരെ കുറ്റപ്പെടുത്താനും അവരെ വിമർശിക്കാൻ ആൾക്കാർ കൂടുതലുണ്ടാവും. അപ്പൊ വളരുന്ന കമ്പനികൾക്ക് അതിൻ്റെതായുള്ള ഒരു ഇമേജ് തകർക്കാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിക്കാറുണ്ട്. അത് നമ്മൾ നോക്കണ്ട. ക്ലയൻസിനെ സംബന്ധിച്ചോളം, കസ്റ്റമറെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് കവയർമാരുടെ കാര്യങ്ങളെല്ലാം കിട്ടുമെങ്കിൽ, നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ ആ രീതിയിൽ മെഡിക്ലെയിം എടുക്കുക. അങ്ങനെയാണ് ആ കമ്പനികളെ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ്ലെസ് കിട്ടുമ്പോൾ കൂടുതലും ക്യാഷ്ലെസ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു മാനസികമായിട്ട് നല്ലൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ അതിൽ കൂടി ഞങ്ങൾക്കും പ്രിഫറൻസ് കിട്ടും. കാരണം നിങ്ങളുടെ ഉണ്ടാവുന്ന നിങ്ങൾ മൗത്ത് ടു മൗത്തുള്ള നിങ്ങളുടെ വേർഡ്സ് ആയിരിക്കും ഞങ്ങൾക്ക് പ്രയോജനം വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ റെഫറൻസ് ചെയ്യുമ്പോഴും ചെയ്യും. ഏത് ഇതിലായാലും നമ്മൾ കറക്റ്റ് ആയിരിക്കും, ട്രാൻസ്പെറന്റ് ആയിരിക്കും, കാര്യങ്ങൾ കറക്റ്റ് ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റും ഈ ഫീൽഡിൽ. ഓക്കെ, എനിവേ താങ്ക്സ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.